ചൂരച്ചെടിയുടെ തണലിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. ആളുടെ പേര് എന്താണ്? ഏലിയാവ്. ആള് ചില്ലറക്കാരനല്ല. കർമ്മേലിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കിയ പ്രവാചകൻ, ചാരം കണക്കെ മരുഭൂമിയിൽ കിടക്കുക. കരീത്ത് തോട്ടിൽ കാക്കയാൽ കരുതപ്പെട്ടവൻ ഇതാ കാക്കയെ പോലെ കരഞ്ഞു വിളിച്ച് ചൂരച്ചെടിയുടെ തണലിൽ പിന്നെയും കിടന്നുറങ്ങി. സഹോദരങ്ങളെ, വർത്തമാനകാലം ഒരു ചൂരച്ചെടിയുടെ തണലാണല്ലോ. സ്വർഗം ചോദിക്കുന്നു, വചനം ചോദിക്കുന്നു, ഒന്ന് എഴുന്നേൽക്കണ്ടേ? വേദപുസ്തകത്തിൽ ഒത്തിരി ഉറക്കമുണ്ട്. ഏലിയാവിനോട് ചോദിക്കുന്നു, ഒന്ന് എഴുന്നേൽക്കാമോ? എവിടെ നിന്ന്? ഒന്ന്, വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാലത്തിന് പരിചയമുള്ള വാക്കാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ 230% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. 2.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആണ് ആളുകൾ. ഡിപ്രഷൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ വളരെയേറെയാണ്. ഒരുപാട് ചെറുപ്പക്കാർ വിഷാദ രോഗികളായി മാറുന്നു. ഏലിയാവ് വിഷാദത്തിൽ കിടന്നുറങ്ങാം. എഴുന്നേൽക്കാമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ അർത്ഥം ലക്ഷ്യം. നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ മക്കളെ. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഒന്ന് എഴുന്നേൽക്കാമോ? ഇന്ന് വിഷാദ രോഗികളുടെ എണ്ണം കൂടി വരിക. വേദപുസ്തകത്തിൽ ഒത്തിരി ഉറക്കമുണ്ട്. ഡിപ്രസ്ഡ് സ്ലീപ്പ് ഉണ്ട്, ഡിലേറ്റ് സ്ലീപ്പ് ഉണ്ട്. 2 തരത്തിലുള്ള ഉറക്കമുള്ളത് കേട്ടോ. ഒന്ന് ഡിപ്രസ്ഡ് സ്ലീപ്പാണ്. നോഹ ഉൽപ്പത്തി 9:21 വസ്ത്രം മറന്നുറങ്ങി, അടിച്ചു പൂസായി. നല്ലൊരു മനുഷ്യനാണ്, തങ്കപ്പെട്ട പാർട്ടിയായിരുന്നു, പക്ഷേ ഡിപ്രസ്ഡ് സ്ലീപ്പാണ്. ഉൽപ്പത്തി 15:12 അബ്രഹാം യാഗം മറന്ന് ഉറങ്ങി, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. 1 ശമൂവേൽ 3-ാം അധ്യായം 4-ാം വാക്യം, ശമൂവേൽ ദൈവശബ്ദം തിരിച്ചറിയാതെ ഉറങ്ങി. ന്യായാധിപർ 16:19 ശിംശോൻ പ്രണയിനി ദലീലയുടെ മടിയിൽ ഉറങ്ങി. യോന ലക്ഷ്യം മറന്നുറങ്ങി അടിത്തട്ടിൽ കപ്പലിന്റെ. അപ്പോസ്തല പ്രവൃത്തികൾ ഇതുപോലുള്ള പ്രസംഗം നടക്കുന്ന സമയം യൂത്തിക്കോസ് ദൈവവചനം മറന്നിട്ട് ജനലിന്റെ പടിയലിടുന്ന് ഉറങ്ങി. ആള് താഴെ വീണു, കാഞ്ഞുപോയി. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ ഉയർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഉത്തമഗീതം 5:2 ശൂലേമി പ്രാണപ്രിയന്റെ വിളി മറന്നുറങ്ങി. പക്ഷെ ശൂലേമിയുടെ ഉറക്കം, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്നാ പറയാ. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ ശബ്ദം. ഞാൻ മേളിൽ മുകളിൽ 7ഓളം ഉറക്കങ്ങൾ പറഞ്ഞു. ഡിപ്രസ്ഡ് സ്ലീപ്പ്. എന്നാൽ ഡിലേറ്റ് സ്ലീപ്പ് ഉണ്ട്. ജോസഫ് താൻ കെട്ടാൻ പോകുന്ന പെങ്കൊച്ച് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഉറക്കത്തിൽ ദൈവത്തെ ധ്യാനിച്ചുറങ്ങിയതുകൊണ്ട് നല്ല സ്വപ്നം കണ്ട് ഡിലേറ്റ് സ്ലീപ്പാണ്. നല്ല ഉറക്കങ്ങളുണ്ട്. പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുക. നാളെ പത്രോസിന്റെ ദുഃഖവെള്ളിയാഴ്ചയാ. മരണമാണ് വിധി. അപ്പോൾ ബൈബിളിൽ ഉറക്കങ്ങൾ 2 തരമാണ്. ഒന്ന് ഡിപ്രസ്ഡ് ആൻഡ് സെക്കൻഡ് ഡിലേറ്റ്. എന്നാൽ വേദപുസ്തകം ചൂരച്ചെടിയുടെ തണലിൽ ഒരു വചനം മുഴങ്ങുന്നു. ഒന്ന് എഴുന്നേൽക്കാമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഏലിയാവ് പറയുന്നത് എനിക്ക് മരിച്ചാ മതി എന്നാണ്. മരണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അന്നും ഇന്നും. ഇസ്രായേൽ ദിനം സീൻ മരുഭൂമിയിൽ പറയുന്നുണ്ട്, പുറപ്പാട് 16:2 അവിടെ വെച്ച് മരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഈ മോശം ഞങ്ങളെ കൊണ്ടുവന്ന് കുടിപ്പാൻ വെള്ളമില്ല. അവിടെ ആണെങ്കിൽ ഇറച്ചിക്കല്ലത്തിന്റെ അടിയിലെ ബീഫിന്റെ ചാറെങ്കിലും കിട്ടിയാനെ. ഇവിടെ മരിച്ചാ മതി. ഇസ്രായേൽ മരണം ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ സാക്ഷാൽ മോശ ഒരു വേള പറയുന്നുണ്ട്, ദയ വിചാരിച്ചെന്നെ കൊന്നുകളയണമേ. ഇയ്യോബ് 3:11 ഇയ്യോബ് പറയുന്നുണ്ട്, സോറിയാസിന്റെ മൂത്ത ഇനമാ ഇയ്യോബിന് വന്ന് ദേഹത്ത് ചൊറി മാന്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചെങ്കിൽ നന്നായിരുന്നു.
ഉദരത്തിൽ വെച്ച് ഞാൻ പോന്നപ്പോ തന്നെ എന്റെ പ്രാണൻ പോയാൽ മതിയായിരുന്നു. ഈ പുസ്തകത്തിൽ മരണം ആഗ്രഹിച്ച മനുഷ്യരുണ്ട്, ചരിത്രത്തിൽ ആത്മഹത്യ ചെയ്തവരുണ്ട്, ആത്മഹത്യ ആഗ്രഹിച്ചവരുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നു, കുഞ്ഞേ, നീ ചൂരച്ചെടിയുടെ തണലിലാണോ? ഇന്ന് ഒരുപാട് ക്രൈസ്തവ ഭവനങ്ങൾ ചൂരച്ചെടിയുടെ തണലിലാ. ഒന്ന് എഴുന്നേൽക്കാമോ? ഏലിയാവ് മരിക്കാൻ തുടങ്ങി. ഓർക്കണം, എത്ര തീഷ്ണ ബുദ്ധിയായ മനുഷ്യനാ. ഏലിയാവ് ജീവിതത്തിൽ നിന്ന് രാജിവെക്കാൻ തുടങ്ങി, റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. എന്താണ് റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ? രാജിവെക്കുക അല്ലേ? ആ ഇംഗ്ലീഷ് പദം റിസൈൻ. എന്നാൽ ഏലിയാവ് റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഒരു വരയിട്ടു. എവിടാന്നറിയാം? ആ വാക്കിനകത്ത്. ഏതാ വാക്ക്? മിണ്ടിക്കോളൂ. റിസൈൻ. അതിന്റെ ആദ്യത്തെ രണ്ടക്ഷരം കഴിഞ്ഞ് തമ്പുരാൻ ഒരു വരയിട്ടു. ഇനി നിങ്ങളൊന്ന് വായിച്ച വാക്ക് റീസൈൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? വീണ്ടും തുടങ്ങുക, വീണ്ടും ഒപ്പുവെക്കുക. റിസൈൻ ചെയ്യാൻ ഒരുങ്ങി, ജീവിതത്തിൽ നിന്ന് മരിക്കാൻ ഒരുങ്ങിയവനെ, ജീവിതത്തോട് രാജിവെക്കാൻ ഒരുങ്ങി, റിസൈൻ ചെയ്യാൻ ഒരുങ്ങി ഏലിയാവിനെ തമ്പുരാൻ ഒരു വരയിട്ടു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു വര ആവശ്യമായിരിക്കുന്നു. ഞാൻ കിടക്കുന്ന ചൂരച്ചെടിയുടെ തണലിൽ. ഏലിയാവ് ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ഏലിയാവ് വിചാരിച്ചൊരു സെപ്പറേഷൻ ഉണ്ടല്ലോ. നമ്മളൊക്കെ ചിലപ്പോ സെപ്പറേറ്റഡ് ആവും, ആരും കൂട്ടില്ലാതാവും. ഏലിയാവ് വിചാരിച്ചു സെപ്പറേഷൻ ഈസ് ആൻ ഐസൊലേഷൻ. കോവിഡ് കാലത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു പദമാണ് ഐസൊലേഷൻ, അല്ലേ? ഏലിയാവ് വിചാരിച്ചു സെപ്പറേഷൻ ഈസ് ആൻ ഐസൊലേഷൻ ചൂരച്ചെടിയുടെ തണലിൽ കടന്നപ്പോ. പക്ഷെ ദൈവം പറഞ്ഞു, മക്കളെ, നോ, സെപ്പറേഷൻ ഈസ് ആൻ ഇൻസുലേഷൻ. ഓ, എന്താ അതിന്റെ അർത്ഥം? നീ ഒറ്റപ്പെട്ടെങ്കിൽ നിനക്കുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേബിൾ ഇൻസുലേറ്റഡ് ആണ്, ഈ കേബിൾ ഇൻസുലേറ്റഡ് ആണ്, അല്ലേ? പുറത്ത് അത് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കവചങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കിടന്നപ്പോൾ ഏലിയാവ് ചിന്തിച്ചു സെപ്പറേഷൻ ഈസ് ആൻ ഐസൊലേഷൻ. അതുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. തമ്പുരാൻ ഏലിയാവിനോട് പറഞ്ഞു, മക്കളെ, സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ, ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. അതൊരു സുരക്ഷിതത്വത്തിന്റെ കവചമാണ്. ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും റിസൈൻ ചെയ്യണമെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ജീവിതം? മടുത്തു. ഈ വീട്ടിലെ ജീവിതം മടുത്തു. എന്തിനിങ്ങനെ മുന്നോട്ട് പോകുന്നു? തമ്പുരാൻ ഒരു വരയിടണം. സ്വർഗത്തിലെ അപ്പൻ ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, മക്കളെ, എഴുന്നേറ്റ് തിന്നുക, ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. അവൻ എഴുന്നേറ്റ് തിന്നു, പിന്നെയും കിടന്നുറങ്ങി. ദൈവത്തിന്റെ ദൂതൻ രണ്ടാം പ്രാവശ്യവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏലിയാവിന്റെ ജീവിതത്തിൽ രണ്ട് അടയുണ്ട്, അല്ലെങ്കിൽ രണ്ട് അപ്പം ഉണ്ട്. ഒന്നാമത്തെ അപ്പം കേൾക്കണേ, രാജാക്കന്മാർ 17-ാം അധ്യായത്തില്. ആ അപ്പം ഏതാണെന്നറിയാം? സാരാഫത്തിലെ വിധവ. പുള്ളിക്കാരി അറിയില്ലേ? എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞത്, ഒന്നുമില്ല, കലത്തിന്റെ അടിയിൽ ചൊരണ്ടിയാൽ ഒരു തവി മാവ് കാണും, അത് കഴിച്ചിട്ട് ഞങ്ങൾ ജാകാനിരിക്കുക ക്ഷാമത്തിൽ. പിന്നെ പുരുഷൻ ഏലിയാവിന് ആദ്യം കൊണ്ടു കൊടുത്തു. അതിന്റെ ഫലം എന്താ? കലത്തിലെ മാവുലേശം കുറയുകില്ല, നിന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകുകില്ല. ഒഴുകിടുമേ, അതെ, ഒഴുകിടുമേ. ഈ അപ്പം ഏലിയാവ് കണ്ടിൽ ദൈവ കരുതലിന്റെ അപ്പം അഥവാ അട പരിചയപ്പെട്ടയാളാണ് ആര്? ഏലിയാവ്. പക്ഷെ ഇന്ന് ചൂരച്ചെടിയുടെ തണലിൽ 19-ാം അധ്യായത്തിൽ ഏലിയാവ് ഈ അപ്പം കഴിക്കുമ്പോൾ അറിഞ്ഞില്ല ഇത് ദൈവത്തിന്റെ കരുതലാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ആയൂർ നിവാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തെ അടയുമുണ്ട്, ഇന്നത്തെ അടയുണ്ട്. 17-ലെ അടയുണ്ട്, 19-ലെ അടയുണ്ട്. കേൾക്കുന്നില്ലേ? ഇന്നലെ ദൈവം കരുതിയ ചില അപ്പങ്ങൾ മറന്നുപോകല്ലേ. ഇന്നലത്തെ അടകൾ മറക്കരുത്. ഏലിയാവ് മറന്നുപോയി.
ഇന്നത്തെ പ്രതിസന്ധിയിൽ നീ വാടിപ്പോകുന്നെങ്കിൽ, നീ റിസൈൻ ചെയ്യാൻ ഒരുങ്ങുന്നെങ്കിൽ കുഞ്ഞേ ഇൻസുലേഷൻ ആക്കും. ഇന്നത്തെ കാലം 3 ഡിയുടെ കാലമാണ്. ഡി ഇന്ന് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് പദങ്ങളിലൊക്കെ കുറെ ഡി വന്നുപോയി. ഒന്ന് ഡിസപ്പോയിന്റ്മെന്റ്. ഏലിയാവിന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായത്. കാരണം അഹാബ് പറഞ്ഞു 24 മണിക്കൂറിനകം നിന്നെ സുട്ടിടുമേ എന്ന് പറഞ്ഞു. ഇസബേലും അഹാബും കൂടെ വെല്ലുവിളിച്ചു. ഏലിയ ഓടിക്കളഞ്ഞു. നമ്മളാണെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ഓടി തന്നെ. ഡിസപ്പോയിന്റ്മെന്റ്. ഓടിയ ഏലിയാവിന് ഡിസപ്പോയിന്റ്മെന്റ്. ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന ഏലിയാവിന് ഡിപ്രഷൻ. അടുത്ത സ്റ്റേജ് ഏതാണെന്നറിയാമോ? ഡെത്ത്. 3 ഡി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസപ്പോയിന്റ്മെന്റ്, ഡിപ്രഷൻ, ഡെത്ത്. ശരിയല്ലേ നമ്മുടെ വീടുകളിൽ? എന്നാൽ ഏലിയാവിന്റെ ഡിസപ്പോയിന്റ്മെന്റിനെ ദൈവം അപ്പോയിന്റ്മെന്റ് ആക്കി. വിശ്വസിക്കുന്നില്ലേ? അബ്രഹാം ഉൽപ്പത്തി 22 മോറിയമല കയറുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ്. എന്നാൽ ആ ബലിപീഠം ഒരുക്കി ദൈവത്തെ കാണുമ്പോൾ അപ്പോയിന്റ്മെന്റ്. ഏലിയാവിന്റെ ഡിസപ്പോയിന്റ്മെന്റിനെ അപ്പോയിന്റ്മെന്റ് ആക്കിയ ഒരു ദൈവം. കുഞ്ഞേ, ഞാനും താങ്കളും ചൂരച്ചെടിയുടെ തണലിലാണോ? നിന്റെ ഡിസപ്പോയിന്റ്മെന്റ് ദൈവം അപ്പോയിന്റ്മെന്റ് ആക്കട്ടെ. ഡിപ്രഷനെ ഡിലേറ്റ് ആക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ഉറക്കം അനുഗ്രഹീതമായ ഉറക്കം. യേശു ക്രിസ്തു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുമായിരുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? കാറ്റും കടലും ഇളകി, പടക് ഉലഞ്ഞു. യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ദൈവജനമേ, ഇന്ന് രാത്രി വചനം ചോദിക്കുന്നു, നീ കിടക്കുന്ന ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് നിന്റെ ഡിപ്രഷൻ, നിന്റെ ഡിവോഴ്സ്, നിന്റെ ഡെത്ത്, നിന്റെ ഡിസപ്പോയിന്റ്മെന്റ്, നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഉണരുമോ? ഇനിയും നാം കൈവിട്ടു പോയിട്ടില്ല. മുടിയൻ പുത്രന്റെ കഥ. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് പഠിക്കാനുണ്ട്. PNR എന്നാണ്. PNR എന്ന ഈ ട്രെയിനിന്റെ റെയിൽവേ ടിക്കറ്റ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട വാക്കുവാണ്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ആകാശത്തു കൂടി പറക്കുന്ന ഒരു വിമാനം മനുഷ്യന്റെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില PNR ഉണ്ട്. നമ്മുടെ പരിശ്രമങ്ങൾ അവസാനിക്കും. അന്ത്യത്തിലാണ് ദൈവം പണി തുടങ്ങുക. മുടിയൻ പുത്രൻ PNR-ലായിരുന്നു. ഇനി ഒരിക്കലും തിരികെ വരാനാകാത്ത വിധം പന്നിയുടെ താഴെയായിരുന്നു. എന്നാൽ ഈ PNR-ൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, താങ്കളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ചില റിസൈൻ അനുഭവം. നീ ഇരുന്നു പോയെങ്കിൽ, നീ വീണുപോയെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാമോ? ബർത്തിമായി അവിടെ കിടക്കുക അല്ലേ? എരിഹോവിന്റെ വഴിയിൽ എന്നാൽ യേശുവിനെ കണ്ടപ്പോ നമ്മൾ വായിക്കുന്നത് he removed his coat and sprang up. അവൻ അവന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു, എന്നിട്ട് ചാടി എഴുന്നേറ്റു. അവനവന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. പുറത്തു കാണുന്ന ചന്തമൊന്നും വീടുകൾക്കില്ല. കാറിൽ ഇടവലോ ഇരി. വീടിനകത്ത് പൂച്ചകളാ. കുടുംബത്തിനകത്ത് പ്രതിസന്ധികളാ. പ്രിയപ്പെട്ടൊരു കുടുംബത്തിനകത്ത് 3 ഡി അരങ്ങുവാഴുക. ഡിസ്തൂരിൽ നിന്ന് ഡിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, ഈ 3 ഡിയെ മറികടക്കാൻ ഒന്നാമത്തെ ഡി ഡിവൈൻ ടേബിൾ. ഒരു ക്രമം വീട്ടിലുണ്ടോ? പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേര്. ഉൾമുറിയിൽ ടാനർ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ പരിശുദ്ധ അമ്മയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. ക്യാൻവാസിൽ മുഴുവൻ ഇരുട്ടാണ്. ഒരു 16-കാരി പെൺകുട്ടി മുട്ടിന്മേൽ നിൽക്കുന്നു. നേരത്തെ വെളിച്ചം വന്ന് വീഴുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇരുട്ടുമുറികളിൽ പ്രാർത്ഥിച്ച ഒരമ്മ. ഒരു ഡിവൈൻ ടേബിൾ വീടുകളിലുണ്ടോ? 2 ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടോ? കഴിക്കുന്നുണ്ടല്ലോ അവരും. യാന്ത്രികമായി പോകുന്നു, ഒരുമിച്ചുണ്ടാകുന്നില്ല.
എല്ലാവരും സ്ക്രീൻ ടൈമിന്റെ മുന്നിലാണ്. ഈ ഓൺലൈനും കൂടെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം നമുക്കറിയാം വിക്ടേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു പിള്ളേർക്ക്. എന്റെ കർത്താവ്, ഞാൻ പലതും കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ 5:30 ക്ലാസ്സുകൾ തുടങ്ങുക. അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ? രാത്രി 11 മണി വരെ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ ഈ സ്ക്രീൻ ടൈം ഒരു ഗ്രീൻ ടൈം ആവുന്നില്ല. പല വീടുകളിൽ ഇപ്പോ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ മുടങ്ങി. കാരണം 5:30 ക്ലാസ്സാ. സഹോദരങ്ങളെ, ഡൈനിങ് ടേബിൾ, ഡിവൈൻ ടേബിൾ, ഡിസ്കഷൻ ടേബിൾ, ഒരുമിച്ച് വർത്താനം പറയുന്നുണ്ടോ? സെമിത്തേരി കണക്കാ പല വീടുകളും. ആദ്യകാലത്തൊക്കെ ഒത്തിരി വർത്തമാനം പറഞ്ഞ വീടുകളിൽ നിന്നും മിണ്ടാട്ടമില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. 3D ആണ് കുടുംബത്തിന്റെ തകർച്ച: ഡിപ്രഷൻ, ഡിസപ്പോയിന്റ്മെന്റ്, ഡിവോഴ്സ്. മറികടക്കാനും 3D: ഡൈനിങ് ടേബിൾ, ഡിവൈൻ ടേബിൾ, ഡിസ്കഷൻ ടേബിൾ. എഴുന്നേൽക്കുമോ കുടുംബജീവിതത്തിന്റെ ചൂരച്ചെടിയുടെ തണലിൽ നിന്ന്? എഴുന്നേൽക്കുമോ നിത്യജീവിതത്തിന്റെ വിഷാദത്തിൽ നിന്ന്? പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുന്നു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന. ഒന്ന് മിണ്ടിക്കോളൂ, മാസ്ക് ഒക്കെ അവിടെ ഇരുന്നിട്ടൊന്നും ഉറക്കെ പറഞ്ഞേ. മിണ്ടുകാല വാഴ്ത്തും. ചോദിക്കട്ടെ, അത് ഏത് കാലമാണ്? ഇതാണ് ഞങ്ങൾ മറുപടി പറയാത്തത്. ഒരു ഉത്തരം പറഞ്ഞാൽ പിന്നെ പടപടയുന്ന അല്ലേ ചോദ്യം. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് ശുദ്ധിമതിയായ അമ്മ പറഞ്ഞു. ഈ വാഴ്ത്തും എന്നുള്ളത് ഏത് കാലമാണ്? ഞാൻ ഇവിടെ നിന്ന് അഞ്ചലിന് പോകും ഏത് കാലമാണ്? അന്നേ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും പുറയിലിരിക്കുന്നവരൊക്കെ. ഭാവി കാലം. ഞാനിവിടെ അഞ്ചലിന് പോയി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഞാനിവിടെ നിന്ന് അഞ്ചലിന് പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ സകല തലമുറകൾ എന്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു എന്ന് പറഞ്ഞാൽ ഭാവിയാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കല്യാണം ഉറച്ചൊരു പെൺകുട്ടിയുടെ കിനാവിൽ മുഴുവൻ അഗ്നി കോരിയിടുന്ന തമ്പുരാൻ സകലതും തകർക്കപ്പെടുമ്പോഴും ഇടനെഞ്ചിൽ വാള് കയറുമ്പോഴും അമ്മ പറഞ്ഞു, ഈ ഡിസപ്പോയിന്റ്മെന്റ്, ഈ ഡിപ്രഷൻ സാരമില്ല, നാളെ എനിക്കൊരു മധുരമുണ്ട്, നാളെ എനിക്കൊരു സന്തോഷമുണ്ട്. ഇവിടെ ഇരുന്ന് ഈ അമ്മയുടെ പെരുന്നാളിൽ പറയാമോ, ഇന്നിന്റെ സങ്കടങ്ങൾ സാരമില്ല, നാളെ എനിക്കൊരു നന്മ ദൈവം വരുത്തും. എഴുന്നേൽക്കുമോ? ഒന്ന് എഴുന്നേൽക്കാമോ? മറിയം പറഞ്ഞു, വാഴ്ത്തും. അതൊരു ഭാവിയുടെ മധുരമറിഞ്ഞ ജീവിതമാണ്. ഭാവിയുടെ പ്രതീക്ഷകൾ വസന്തത്തിലേക്ക് കൂടുമാറിയ ജീവിതമാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ചിന്ത ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നലത്തെ അടകളെ മറന്നു പോകരുതേ. ഏലിയാവിന്റെ ജീവിതത്തിൽ 2 അപ്പമുണ്ട്. 17 അടയും 19 അടയും. 17 അട കരുതലിന്റെ അടയായിരുന്നു. സരഫത്തിലെ വിധവ ചുട്ടുകൊടുത്ത ചൂടുള്ള അട മറന്നുപോയി. 19 അദ്ദേഹം ലോകത്തെ ഒരു വലിയ സംഗീതജ്ഞൻ ബിഥോവൻ, അറിയാമല്ലോ, കേൾവി ശക്തി ഇല്ലാത്ത മ്യൂസീഷ്യനാണ്. സംഗീതത്തിന്റെ നെറുകയിലെത്തിയ ബിഥോവൻ സ്വന്തം ജീവിതത്തിന്റെ വർത്തമാനകാല സങ്കടങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്, ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. എന്റെ ജീവിതത്തെ ഞാൻ കണ്ഠനാളം കൊണ്ട് നേരിടും, ബാക്കിയൊക്കെ അങ്ങ് പൊക്കോട്ടെന്നേ. അദ്ദേഹം പറയുക, എനിക്ക് കേൾക്കാനാകുന്നില്ല, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ഈ പള്ളിക്കകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, താല്പര്യത്തോടെ മൊബൈലിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി കുറവ് നിങ്ങൾക്കുണ്ടെങ്കിലും എനിക്കും ഉണ്ടെങ്കിലും തന്നിരിക്കുന്ന ഒരു നന്മയോർത്തുകൊണ്ട് ബിഥോവനെ പോലെ പറയാം, ജീവിതത്തെ ഞാൻ കണ്ഠനാളം കൊണ്ട് നേരിടും. പണ്ട് കുമാരനാശാൻ പാടി, തറയിൽ കൂടെ ഇഴയുന്ന പുഴു, ചിറകില്ല, പക്ഷെ മേളിൽ കൂടെ നക്ഷത്രത്തെ കണ്ടിട്ട് പ്രരോദനം എന്ന കവിതയിൽ കുമാരനാശൻ പാടുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, നക്ഷത്രത്തെ നോക്കി ഈ പുഴു പറന്നിടുന്നു എന്ന് പറഞ്ഞാൽ ഈ പുഴുവിന് ചിറകില്ല, എങ്കിലും നക്ഷത്രത്തെ അവിടെ കടന്ന് കണ്ടോണ്ട് ഇച്ഛാശക്തിയിൽ ചിറകുമുളപ്പിച്ച് പാടുകയാണ്. ജീവിതത്തിൽ വേദന വന്നപ്പോ തള്ളിപ്പറയാത്ത ഇയ്യോബ് 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും മറക്കാത്തൊരു മനുഷ്യനാണ് സദ്ദാം ഹുസൈൻ, അല്ലേ?
2006 ഡിസംബർ 30 ചരിത്രം മറക്കില്ല. രാവിലെ 6 മണിക്കാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത്. അമേരിക്കൻ ഭരണകൂടം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പരാജയപ്പെടുത്താനാവില്ല. ഭയങ്കര ഇച്ഛാശക്തിയുടെ മനുഷ്യനായിരുന്നു. കോടതിയിൽ അദ്ദേഹത്തെ ന്യായവിസ്താരം നടത്തുമ്പോ ഗ്യാലറിയിലിരുന്ന് കളിയാക്കി ചിരിച്ച ഉദ്യോഗസ്ഥരെ നോക്കി, അമേരിക്കൻ സൈനികരെ നോക്കി ഈ വിലങ്ങിൽ കിടക്കുമ്പോൾ സദാം പറഞ്ഞു, മരക്കൊമ്പിലിരുന്ന് ഇളിക്കുന്ന കുരങ്ങന്മാരെ സിംഹങ്ങൾ ഗൗനിക്കാറില്ല. മുമ്പിൽ മരണ, അപ്പോഴും പറയുകയാണ്. അദ്ദേഹത്തോട് ജഡ്ജി പറഞ്ഞു, ഇരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇരുന്നില്ലെങ്കിൽ തളരുന്നവനല്ല ഈ സദാം. മരിക്കുമ്പോൾ മുഖം മൂടി. അദ്ദേഹത്തെ എടുത്തു മാറ്റിയിട്ട് പറഞ്ഞു, എന്റെ മുഖം മൂടണ്ട. 2006 ഡിസംബർ 30 അദ്ദേഹം കൊലക്കയറിൽ പിടഞ്ഞു മരിച്ചു. ചരിത്രം എഴുതിയിരിക്കുന്ന ഒരു ആരാച്ചാർ ഭയന്നുപോയി എന്നാണ് കണ്ണു കണ്ടപ്പോ. ഞാൻ ഒരാളുടെ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ചരിത്രത്തിൽ ഒത്തിരി മനുഷ്യനുണ്ട് മരണത്തിന്റെ മുൻപിൽ പോലും നെഞ്ചു വിരിച്ചു നിന്നവർ. വചനം ചോദിക്കുന്നു, നിന്റെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന കുഞ്ഞേ, ഒന്ന് എഴുന്നേൽക്കാമോ? ദൈവം നന്മ ചെയ്യുമെന്ന് വിശ്വസിക്കാമോ? 2, ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്നാമത്തെ ഏലിയാവിന്റെ ജീവിതമാണ്, വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്. 2, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കും. ബാക്കി പറയൂ. നിന്റെ പ്രകാശം യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക. എന്തിന്? ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്, ഇരുട്ടിൽ നിന്ന് പുലരിയിലേക്ക്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇരുളിന്റെ കാലാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ, ഞാൻ ഈ ഭാഗം പറയുമ്പോൾ അല്പം കൂടെ ശ്രദ്ധ ഞാൻ ചോദിച്ചോട്ടെ. 2 വെട്ടം ഉണ്ട്, 2 വെട്ടം. ഒന്നാമത്തെ വെട്ടം 1-ാം ദിനത്തിലെ വെട്ടം. ഉൽപ്പത്തി 1-ാം അധ്യായം ഇങ്ങനെയാണ്, Let there be the light, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. അറിയാം, 1-ാമത്തെ ദിനത്തിലെ വെട്ടം. ഇനി വായിച്ചു തുടങ്ങിയാൽ 4-ാം ദിനം സന്ധ്യയായി ഉഷസ്സുമായി. 4-ാം ദിനം അവിടെ ഇങ്ങനെ വായിക്കുന്നു, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ ബൈബിളിൽ 2 വെട്ടമുണ്ട്. ഒന്നാമത്തേത് 1-ാം ദിനത്തിലെ വെട്ടം, 2 4-ാം ദിനത്തിലെ വെട്ടം. 1-ാം ദിനത്തിലെ വെട്ടത്തെ വിളിക്കും ദൈവത്തിന്റെ ഉണ്മ. അത് ആത്മാവിന്റെ പ്രകാശമാണ്, ബീയിങ് ഓഫ് ഗോഡ് എന്ന് പറയും. ഈ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ ദൈവം എന്ന വാക്കുണ്ടാകുന്നത് പ്രകാശം എന്ന വാക്കിന് തന്നെയാണ്. ദിവ്, ദ്യോതന, ദ്യുതി. ഇതിന്റെ അർത്ഥം എന്താ? വെട്ടം. ആ വാക്കിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ദൈവം. 4-ാം ദിനത്തിലെ വെട്ടം ക്രിയേറ്റഡ് ലൈറ്റ് ആണ്, ദൈവം സൃഷ്ടിച്ച സൂര്യന്റെ വെട്ടം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് 1-ാം ദിനത്തിലെ വെട്ടത്തിലല്ല, 4-ാം ദിനത്തിലെ വെട്ടം. ഇപ്പൊ ഈ പെരുന്നാളിൽ മനോഹരമാണ്, കുരിശടി അലങ്കരിച്ചിട്ടുണ്ട്. ആ നെയിം ബോർഡ് എത്ര സൂപ്പറാ, എനിക്ക് ഇഷ്ടമായി. ഈ പള്ളി ഇലുമിനേറ്റഡ് ആണ്. ഇത് എത്രാം ദിനത്തിലെ വെട്ടോ? മിണ്ടു ക്രിയേറ്റഡാ. 1-ാം ദിനത്തിലെയോ 4-ാം ദിനത്തിലെയോ? 4-ാം ദിനത്തിൽ. എന്നാൽ ഈ പെരുന്നാള് കഴിയുമ്പോ നമുക്കൊരിത്തിരി വെട്ടം വേണം. ഏത് വെട്ടം? 1-ാം ദിനത്തിലെ വെട്ടം. പക്ഷെ പെരുന്നാളിൽ നമ്മൾ ചെയ്യുന്നത് ഈ 4-ാം ദിനത്തിലെ വെട്ടത്തിൽ അഭിരമിച്ചിട്ട് പറയും, ആ കുരിശിന്റെ മേളിലെ ആ ലൈറ്റും കൂടെ കത്തിയായിരുന്നെങ്കിൽ അടിപൊളി അല്ലേ? ഒരു പെരുന്നാൾ കഴിയുമ്പോ സംഭവിക്കുന്ന എന്താ? എല്ലായിടത്തും
ഇപ്പോഴില്ലെങ്കിലും ഇലൂമിനേഷൻ ഒക്കെ കാണുമ്പോൾ കണ്ണിന് സുഖം. റാസയുടെ ചെണ്ടമേളങ്ങളും ശിങ്കാരിമേളങ്ങളും വനിതാ ശിങ്കാരിമേളങ്ങളും അരങ്ങ് തകർക്കുമ്പോ കാതിന് സുഖം. പെരുന്നാൾ കുർബാന കഴിഞ്ഞ് നേർച്ച വിളമ്പുമ്പോ ഇറച്ചി കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റിയെ കാട്ടിക്കൊള്ളാം, മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. നാവിന് സുഖം. കൊടി ഇറങ്ങിപ്പോകുമ്പോ കണ്ണിന് സുഖം, കാതിന് സുഖം, നാവിന് സുഖം. തൊലിപ്പുറത്തെ രുചിക്കൂട്ടുകൾ, ഇന്ദ്രിയങ്ങളിലെ സുഖാനുഭവങ്ങൾ നമ്മള് തൃപ്തരായി പോകും. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തെക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് മാത്രമാണ്, വെട്ടം കയറാത്ത ആത്മാവ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പെരുന്നാൾ കഴിയുമ്പോൾ എനിക്കും താങ്കൾക്കും ആത്മാവിനൊരിത്തിരി പ്രകാശം കിട്ടിയോ? വീട്ടിലിത്തിരി വെട്ടം കൂടെ കിട്ടിയോ? ഒന്നാം ദിനത്തിലെ വെട്ടം. അതുകൊണ്ടാണ് ദനഹാ പെരുന്നാളിൽ പ്രഭാതത്തിൽ സെദറ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാ: സർവവും പ്രകാശത്താൽ നിറയേണ്ടതിന് ദൈവം പ്രകാശം മുതൽ സൃഷ്ടി ആരംഭിച്ചു. പ്രിയപ്പെട്ടവർ, ഈ ഒന്നാം ദിനത്തിലെ വെട്ടം ഒന്ന് കിട്ടട്ടെ ഈ പെരുന്നാളിൽ. അതുകൊണ്ടാണ് പറയുക പ്രവാചകൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നമുക്കറിയാലോ, സൂര്യപ്രകാശം ആകാശത്ത് നിന്ന്, സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ എത്ര നേരം വേണം? സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും 8 മിനിറ്റ് 14 സെക്കൻഡാണ്. 1 സെക്കൻഡിൽ 500 കിലോമീറ്റർ ആണ് പ്രകാശ വേഗം. അത്രയും വേഗത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ ഒക്കത്തില്ല. ഒക്കുവോ? അത്രയും സഞ്ചരിച്ചാൽ എന്നാ പറ്റും? അതിന് ഫിസിക്സ് ഉത്തരം പറയുന്നുണ്ട്, മാസ് വിൽ ടേൺ ഇൻടു എനർജി. പദാർത്ഥം, പിണ്ഡം ഊർജമായി മാറും. അങ്ങനെ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഈ പ്രകാശം സൂര്യന്റെ പ്രകാശമാണ്. അതിനുമപ്പുറം ഒരാത്മാവിന്റെ വെട്ടം നമുക്ക് കിട്ടട്ടെ. സഹോദരങ്ങളെ, അവനവനിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇപ്പൊ ഈ പെരുന്നാൾ കഴിയുമ്പോ ദൈവമേ, ഈ തൊലിപ്പുറത്തെ സുഖം പോരാ, ഇലൂമിനേഷനും നേർച്ചയും സമ്മാനിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സുഖം പോരാ, ആത്മാവിന് ഒരു പ്രകാശം കിട്ടണമേ. പണ്ടൊരു രാജാവ് ഒരു കുതിരയെ വാങ്ങി. ഈ കുതിര ആർക്കും വഴങ്ങുന്നില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും കുതിര കുതറുക. ഒരു കൊച്ചു പയ്യൻ വന്നു, ഒരു ബാലൻ. അവൻ വന്നിട്ട് കുതിരയുടെ ചുറ്റും നടന്നു, എന്തൊക്കെയോ ചെയ്തു. പൂച്ചക്കുഞ്ഞിനെ പോലെ കുതിര വഴങ്ങി, മെരുങ്ങി. മറ്റുള്ളവർ ചോദിച്ചു, എടാ കൊച്ചനെ, നീ എന്നാ ചെയ്തത് ഈ മെരുങ്ങാത്ത കുതിരയെ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഈ കുതിരയെ സൂര്യനെതിരെയാ കെട്ടിയിരുന്നു. ഈ സ്വന്തം നിഴല് കണ്ടു കുതിര മുന്നിൽ. സ്വന്തം നിഴല് കണ്ടു കുതിര പേടിച്ചു നിന്നു. ഞാനൊന്നും ചെയ്തില്ല. ഈ കുതിരയെ സൂര്യനെ അഭിമുഖമായി നിർത്തി. വെളിച്ചം കണ്ട് കുതിര ശാന്തനായി. ഈ കുട്ടി മഹാനായ അലക്സാണ്ടർ ആണെന്നാണ് പറയുക. സഹോദരങ്ങളെ, ഒരു വെളിച്ചത്തിന് അഭിമുഖമായി നിൽക്കാം. നിന്റെ നിത്യ വെളിച്ചം, യെശയ്യാവ് 60:19 പറയും, ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനല്ല, യഹോവ നിനക്ക് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിലാവെളിച്ചം ചന്ദ്രനല്ല. പാടാൻ സമയമില്ല, അല്ലെ? പാടാമായിരുന്നു. ഇങ്ങനെ പാട്ടുണ്ട്. യഹോവ നിനക്ക് നിത്യപ്രകാശം. ഈ കുതിരയുടെ കഥയിലെ ബാലൻ ചോദിക്കുന്നു, ആ നിത്യ വെളിച്ചത്തെ നിഷേധിക്കാതിരിക്കാമോ? ഇന്ന് സത്യദൈവത്തെ നിഷേധിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ. ഞാൻ ചോദിക്കട്ടെ, വൈറസിനെ കണ്ടിട്ടുണ്ടോ? കൊറോണ വൈറസിനെ കണ്ടിട്ടുള്ളവരായുണ്ടോ? ഇല്ല. പക്ഷെ വൈറസ് ഇല്ലേ? ഉണ്ട്. ചോദിക്ക, ദൈവം എവിടെ?
നീ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും നിന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. എന്റെ കുഞ്ഞെ, ഇത് 19 അപ്പമല്ല, 17 അട മറക്കല്ലേ. എലിയാവിന്റെ ജീവിതത്തിൽ ഇന്നലകളിലെ ദൈവത്തെ മറക്കല്ലേ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ വെളിച്ചത്തിനപ്പുറം ഒരു പ്രകാശത്തെ സ്നേഹിക്കാനാണ് പ്രവാചകൻ പറയുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21-23 സ്വർഗത്തിലെ ദിവസത്തെ കുറിച്ച് പറയുന്നത്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാടതിന്റെ വിളക്കാണ്. കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. എന്താ കുഞ്ഞാട്? ക്രിസ്തു തന്നെ വെളിച്ചമാണ്. അതുകൊണ്ടാ പറയുന്നത്, അവൻ രണ്ടാമത് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന് സഞ്ചരിക്കാവുന്നതിലും അധികം വേഗമായി പ്രകാശത്തിന്റെ ഊർജമായി കർത്താവ് വരും. ഞാൻ പറഞ്ഞില്ലേ, പ്രകാശ വേഗത്തിൽ കർത്താവ് വരും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ്. അത് ഊർജമായി വരിക. മാസ് വിൽ ടേൺ ഇൻടു എനർജി. അത് സയൻസ്. ഇത്തിരി ഒന്ന് ചിന്തിച്ചാലേ അത് മനസ്സിലാകുള്ളൂ. സ്വർഗത്തിലെ കണക്ക് നമ്മുടെ കണക്കും രണ്ടും രണ്ടാ. അവിടെ രാത്രിയില്ല, പകലില്ല. നമ്മുടെ വെട്ടമല്ല, നമ്മുടെ സൂര്യനല്ല. കണക്ക് രണ്ടും രണ്ടാ. ഉദാഹരണമായി ആദമിനോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ ഉറക്കെ പറ മരിച്ചോ? കേട്ടില്ല. ആത്മീകമായി മരിച്ചു, ശാരീരികമായി മരിച്ചോ? മരിച്ചില്ല. എന്നാ ഞാൻ ഒരു തരത്തിൽ പറയട്ടെ, മരിച്ചു. ആദമിന്റെ ആയുഷ്കാലം എത്ര? 930 വർഷം. യഹോവയുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം, ബാക്കി പൂരിപ്പിക്ക്, 1000 സംവത്സരം പോലെ. 1000 സംവത്സരം ഒരു ദിവസം പോലെ. അങ്ങനാണെങ്കിൽ സ്വർഗത്തിലെ അപ്പന്റെ കണക്കനുസരിച്ച് 1000 വർഷം സമം ഒരു ദിവസം. അങ്ങനാണെങ്കിൽ ആദം മരിച്ചത് 930 വർഷമാണ്. ഒരു ദിവസം ആയോ? വെറുതെ ഇരിക്കല്ലേ ഇവിടെ, വന്നു പോയതുകൊണ്ട് ഇരുന്ന് വരല്ലേ. മനസ്സിലായില്ലേ? ഒരു ദിവസം ആയോ? ഇല്ല. അത് ദൈവത്തിന്റെ കണക്കാ, നമ്മുടെ ബുദ്ധിക്ക് എത്തുകല്ല. 1400 ഗ്രാം തലച്ചോറ് കൊണ്ട് ആലോചിക്കല്ലേ. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവ് പറഞ്ഞു പോയതുപോലെ വേഗം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, വന്നോ? എന്റെ വാക്കാ തെറ്റിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, പോയിട്ട് എത്ര വർഷമായി? അതിന് വീട്ടിൽ പോയി ചോദിക്കണോ? 2000 വർഷം. 2000 വർഷം സമം കർത്താവിന്റെ എത്ര ദിവസം? 2 ദിവസം. അപ്പൊ പറ, പോയതുപോലെ വേഗം വരാമെന്ന് പറഞ്ഞു വൈകിട്ടുണ്ടോ? ഈ കണക്കല്ല, നമ്മുടെ കലണ്ടർ അല്ല അവിടെ, നമ്മുടെ ഘടികാരമല്ല അവിടെ, നമ്മുടെ ഋതുക്കളല്ല അവിടെ, നമ്മുടെ കാലഗണനയല്ല അവിടെ. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം പറഞ്ഞത്, അവിടെ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമല്ല. അത് ബൈബിള് മാത്രമല്ല, ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. കഠോപനിഷത്ത് പറയുന്നുണ്ട്, ദ്യോതിപ്പതില്ലവിടെ സൂര്യൻ, ദ്യോതിപ്പതില്ലവിടെ ചന്ദ്രതാരകങ്ങൾ, ദ്യോതിപ്പതില്ലവിടെ വിദ്യുത്, പിന്നെയോ ഈ അഗ്നി. അവിടെ സൂര്യനില്ല, ചന്ദ്രന്റെ പ്രകാശമല്ല. വെളിപ്പാട് പറയുന്നത് തന്നെയാ, കഠോപനിഷത്ത്. അവൻ താനേ ശോഭിപ്പൂ, അവൻ താനേ ശോഭിപ്പൂ. അത് തന്നെയാ നമ്മളിപ്പോ പാടിയത്, കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. അത് തന്നെയാണ് കഠോപനിഷത്ത് പറയുക, അവൻ താനേ ശോഭിപ്പൂ. അവന്റെ ഭാസാലല്ലോ ഇവയെല്ലാം പ്രകാശിപ്പത്. സഹോദരങ്ങളെ, കർത്താവ് സഭയെ സ്ഥാപിച്ചു. ഈ സഭ എന്നുള്ള വാക്ക് സമാനതയുടെ ഭാസം. ഭാസം എന്ന് പറഞ്ഞാൽ പ്രകാശം, ഭാസുരം, ഭാസി, പ്രകാശം എന്നർത്ഥം. സഭ എന്ന വാക്കിനകത്തും പ്രകാശം എന്നുള്ള വാക്കാ അർത്ഥമാണ്. ദൈവം എന്നുള്ള വാക്കിനും മോശ സീനായ് മലയിൽ നിന്ന് കൽപ്പലകളുമായി ഇറങ്ങി വന്നു. താഴെ ജനം നോക്കിക്കൊണ്ടിരിക്കുക.
സിപ്പോറ, മോശയുടെ ഭാര്യ, അറിയില്ലേ പുള്ളിക്കാരിയെ? മോശ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ടിട്ടുള്ള സിപ്പോറ താഴെ എന്ന് പറയുന്നത് 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്, 10 കൽപ്പനകൾ, വിശ്വവിഖ്യാതമായ പഴയ ആ ചലച്ചിത്രമുണ്ട്. അതിനകത്ത് സിപ്പോറയുടെ ഒരു ഭാവം ഇങ്ങനെയാ. സിപ്പോറ മോശയെ നോക്കി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, He has really seen his God. അയാൾ സത്യമായും അയാളുടെ ദൈവത്തെ കണ്ടു. അപ്പോഴാ ജനം പറയുന്നത്, മൂടുപടം ഇട്ടുകൊണ്ടു വാ മോശേ, താങ്ങാൻ മേല ഞങ്ങൾക്ക് നിന്റെ പ്രകാശം. സിപ്പോറ പറയുന്നു, He has really seen his God. അയാൾ സത്യമായും അയാളുടെ ദൈവത്തെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം നിക്ഷേപിച്ചിട്ടുണ്ട് തമ്പുരാൻ. അതുകൊണ്ടാണ് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, ആ പ്രകാശത്തെ പുറപ്പെടുവിക്കുക. ശ്രീബുദ്ധനോട് പ്രിയ ശിഷ്യൻ ആനന്ദൻ ചോദിച്ചു, വെളിച്ചം എങ്ങനെ കിട്ടും? ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, നീ തന്നെയാണ് നിന്റെ വെളിച്ചം. പണ്ട് വള്ളത്തോൾ പാടി, വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ. ശരിയല്ലേ? നമ്മളിലൊരു വെളിച്ചമുണ്ട്, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇരുട്ടാ. വള്ളത്തോൾ പാടിയതുപോലെ വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. ദൈവത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കുന്ന ഇരുട്ടാണ്. ഞാൻ എന്റെ പരിസരങ്ങളിൽ സൃഷ്ടിക്കുന്ന ഇരുട്ടാണ്. ഞാൻ എന്റെ ഇടവകപ്പള്ളിയിൽ സൃഷ്ടിക്കുന്ന ഇരുട്ടാണ്. ഞാൻ എന്റെ ജീവിത പങ്കാളിയിൽ സൃഷ്ടിക്കുന്ന ഇരുട്ടാണ്. വള്ളത്തോൾ പാടിയത് നടക്കുക. വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ 2 പേർ. അവിടെ വായിക്കുക, എമ്മൗസിൽ ചെന്നപ്പോ സൂര്യൻ അസ്തമിച്ചു. അവര് പോയത് യെരൂശലേമിൽ നിന്ന്. അവർ വാടിയ മുഖമുള്ളവരായി, അല്ലേ? അവർ വല്ലാതെ മ്ലാനവദനരായിരുന്നു. കാരണം എന്തെന്നറിയാമോ? അവർ സൂര്യനെതിരെയാ സഞ്ചരിച്ച. കാരണം യെരൂശലേമിൽ ചെന്നപ്പോ സൂര്യൻ അസ്തമിച്ചു. അവരവിടെ കടന്നു. അപ്പം നുറുക്കി, കർത്താവ് അപ്പം നുറുക്കി കണ്ടപ്പോ തിരിച്ചെഴുന്നിട്ട് യു ടേൺ അടിച്ചു. തിരിച്ച് യെരൂശലേമിൽ വന്നപ്പോ സൂര്യൻ ഉദിച്ചു. നിത്യസൂര്യനെതിരെ നടക്കരുതേ. നിത്യപ്രകാശത്തിനെതിരെ അസ്തമയത്തിന്റെ ദിക്കിലേക്ക് പോയ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ വാടിയ മുഖമുള്ളവരായിരുന്നു. ആ വെളിച്ചത്തെ നിഷേധിക്കില്ല. വോൾട്ടയർ ധീരനായിരുന്നു, വലിയ തത്വചിന്തയൊക്കെ ഉള്ള ആളാണ് കേട്ടോ. പക്ഷെ ഒരു വലിയ വെളിച്ചത്തെ നിഷേധിച്ചു. ദൈവം ഇല്ലാന്ന് പറഞ്ഞു. 1778 ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ ബൈബിള് കാണില്ല, യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമമേ കാണില്ല. അയാൾ ഭയങ്കര ക്രിസ്തു വിരോധിയായിരുന്നു. നിങ്ങൾക്കറിയാമോ തമ്പുരാന്റെ തമാശ? ഞാൻ പറയട്ടെ. ആ മനുഷ്യൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മരിച്ചുപോയി, വോൾട്ടയർ. പക്ഷേ 100 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം താമസിച്ചിരുന്ന വീട് അവിചാരിതമായിരിക്കും. പാരീസിലെ ബൈബിൾ സൊസൈറ്റി പ്രസ്ഥാനം വാങ്ങി. എന്തിനാണെന്നറിയാം? ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങാൻ. നിങ്ങൾക്കറിയുമോ? ആ വീട്ടിൽ നിന്ന് പിൽക്കാലത്ത് ഒരുപാട് ബൈബിൾ അച്ചടിക്കുന്ന വീടായി. ആ വീട്ടിൽ താമസിച്ചിരുന്ന വലിയ പുള്ളി വോൾട്ടയർ പണ്ട് പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ ബൈബിളില്ല. ഇങ്ങനെ ചില മനുഷ്യരൊക്കെ ഉണ്ട്. അയാൾ വലിയ വെളിച്ചത്തെ നിഷേധിച്ചു. മരണക്കിടക്കയിൽ വോൾട്ടയർ വലിയ വിഭ്രാന്തിയിലായിരുന്നു. ഞാൻ മരണത്തെയും പിശാചിനെയും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ മരിച്ചേ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ച നഴ്സ് പറഞ്ഞു, ഭൂമിയിലെ ധനം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസി അല്ലാത്തവന്റെ കിടക്കയുടെ അടുത്ത് നിൽക്കാൻ എനിക്കിനി പറ്റില്ല. ആ നഴ്സ് പറഞ്ഞ വാക്കാണ്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഭൂമിയിലെ ധനം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസി അല്ലാത്തവന്റെ കിടക്കയ്ക്കരികെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പ്ലേറ്റോ 40 വർഷം പഠിപ്പിച്ചു. സോക്രട്ടീസ് 50 വർഷം പഠിപ്പിച്ചു. അരിസ്റ്റോട്ടില് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. യേശു ക്രിസ്തു 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെവിടെ? ക്രിസ്തു ആരാ? അവനാരാ? അവിടുന്ന് ആരാ? സഹോദരങ്ങളെ, ആ വെളിച്ചത്തെ നിഷേധിക്കല്ലേ. 1-ാം ദിനത്തിലെ വെട്ടം, 4-ാം ദിനത്തിലെ വെട്ടം, പെരുന്നാൾ കഴിയുമ്പോൾ 4-ാം ദിനത്തിലെ വെട്ടത്തിൽ സന്തോഷിച്ചു മടങ്ങല്ലേ. ദൈവത്തിന്റെ ഉണ്മയുടെ പ്രകാശത്തിലേക്ക് എഴുന്നേറ്റ് പ്രകാശിക്കും. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന് എഴുന്നേക്കാമോ?
ആദ്യ അബദ്ധം പറ്റിയോണ്ട് ഇനി എഴുന്നേക്കുക, ഇനി ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞാലും എഴുന്നേക്കുക. ഏലിയാവിനോട് പറഞ്ഞു, മോനെ, ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് എഴുന്നേറ്റേടാ, വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്. പ്രവാചകൻ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കൊന്ന് എഴുന്നേൽക്കാമോ? 4-ാം ദിനത്തിൽ നിന്നും 1-ാം ദിനത്തിലേക്കൊന്ന് എഴുന്നേൽക്കാമോ? 3 നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. ആരാണ് നെഹമ്യാവ്? ഇസ്രായേൽ മക്കൾ യെരൂശലേമിൽ നിന്ന് 1400-ലധികം കിലോമീറ്ററുകൾ ദൂരെയുള്ള ബാബേലിലേക്ക് പ്രവാസികളായി പോയ കാലം. ദേവാലയം നശിപ്പിക്കപ്പെട്ടു, യെരൂശലേം മുഴുവൻ ചുട്ടു ചാമ്പലാക്കപ്പെട്ടു. അതിനുശേഷം ഒരുപാട് കാലത്തിന് 70 വർഷങ്ങൾക്ക് ശേഷം നശിച്ചു കിടന്ന യെരൂശലേമിലേക്ക് സംഘമായി ഇസ്രായേൽ മടങ്ങുന്നുണ്ട്. എന്നെ ഒന്ന് കേട്ടെ. അവരുടെ കൂട്ടത്തിൽ വന്ന ഒരു സംഘത്തിന്റെ നേതാവാണ് ദ ഗ്രേറ്റ് റീബിൽഡർ. ഹി ഈസ് നെഹമ്യ. ഒരു വലിയ റീബിൽഡർ, ഒരു നിർമ്മാതാവ്. നെഹമ്യാവ് പറയാണ്, ഈ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു യെരൂശലേമിന്റെ, നാം എഴുന്നേറ്റ് പണിയുക. ഏലിയാവിനോട് പറഞ്ഞു, കുഞ്ഞെ, കരുതലിന്റെ അപ്പമാ ഞാൻ തരുന്നത്, എഴുന്നേറ്റ് തിന്നാമോ? യെശയ്യാവിലൂടെ പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാമോ? നെഹമ്യാവ് ചോദിക്കുന്നു, എഴുന്നേറ്റ് പണിയുക. അദ്ദേഹം ഗവർണറായിരുന്നു പേർഷ്യയിൽ 12 വർഷം. പക്ഷേ നെഹമ്യാവ് 4:16 പറയുന്നുണ്ട്, ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള ആരും ഈ യെരൂശലേമിന്റെ മതിലുകൾ നിർമ്മിക്കുന്ന നേരത്ത് ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തുകൂടെയും ശത്രുവിനെതിരെ ആയുധം ധരിച്ചിരുന്നു. അത്ര ഒരു വലിയ മിഷൻ. 52 ദിവസങ്ങൾ കൊണ്ട് 12 പടിവാതിലുകൾ ഉൾപ്പെടെ കൂറ്റൻ ജെറൂസലേമിന്റെ കോട്ടകൊത്തലങ്ങൾ പണിഞ്ഞെടുക്കുന്നത് ഗ്രേറ്റ് റീബിൽഡർ നെഹമ്യാവ് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ കോട്ടകൾ പണിയാൻ എഴുന്നേൽക്കാമോ? നെഹമ്യാവ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായി. നിങ്ങൾ വായിക്കണം നെഹമ്യാവിന്റെ പുസ്തകം, കേട്ടോ. 7 തവണ ആവർത്തിക്കുന്നു, നെഹമ്യാവ് ഇരുന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 7 തവണ പറയുന്നു. നെഹമ്യാവിന്റെ 8 പ്രാർത്ഥനകൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നെഹമ്യാവ് ചോദിക്കുന്നു, എഴുന്നേറ്റ് പണിയുക. എങ്ങനെ? ഫ്രം ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. നാശത്തിൽ നിന്ന് നിർമ്മാണത്തിലേക്ക് എഴുന്നേൽക്കുക, പതനത്തിൽ നിന്ന് പണിയിലേക്ക് എഴുന്നേൽക്കുക. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് 2 പകുതിയുണ്ട്. ഒരു പകുതിയുടെ പേര് ഞാൻ വിളിക്കുന്നു മാർത്ത. ഒരു പകുതിയുടെ പേര് നിങ്ങൾക്ക് വിളിക്കാം എന്താ? കേട്ടില്ല? നമ്മുടെയൊക്കെ പകുതി ഇരിക്കുന്ന എല്ലാം രണ്ടും കൂടാ. എന്താ ഈ മാർത്തയും മറിയയും? പ്രാർത്ഥനയും പ്രവൃത്തിയുമാണ്. നെഹമ്യാവ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ മനുഷ്യനും കർമ്മത്തിന്റെ മനുഷ്യനും. മറിയ പറഞ്ഞു, ആ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം പഠിച്ചു. മാർത്തയാകട്ടെ അടുക്കളയിൽ. ഞാനിത് പറയുന്നത് വീട്ടിലൊരു ഗസ്റ്റ് വന്ന ദിവസമാണ് തമ്പുരാൻ. ചെറിയ ഗസ്റ്റ് അല്ല. ഉച്ചയ്ക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. അടുക്കള പിടിപ്പത് പണി കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിലോ വന്നയാളിന്റെ അടുത്ത് എന്നിരുന്ന് കാൽക്കലിരുന്ന് മറിയ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അടുക്കളയിൽ സാമ്പാർ അരിഞ്ഞിട്ടില്ല, അവിയൽ അടപ്പ് കയറിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അടുക്കള പാത്രത്തിന്റെ ചില ശബ്ദമൊക്കെ മാർത്ത ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവളെ കേൾപ്പിക്കാനാ. ആരെ? മറിയ. അങ്ങനെങ്കിലും ഇവള് ഈ ലിവിങ് ഏറിയ എന്ന കർത്താവിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് എന്ന് സഹായിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് യാതൊരു കൂസലും ഇല്ല. സഹിയിട്ടപ്പോ ഗസ്റ്റിന്റെ മുന്നിൽ വെച്ച് തന്നെ ചോദിച്ചു, കർത്താവേ, കാര്യമൊക്കെ ശരിയാ, നീ പഠിപ്പിക്കുന്നതിനോ അവള് പഠിക്കുന്നതിനോ വലിയ കുഴപ്പമില്ല, അവൾ എന്റെ അനിയത്തിയാണ്. പക്ഷെ ഇവിടെ ഇത്രയും പണി കിടക്കുമ്പോഴേ വല്ലതും കഴിച്ചിട്ടിരുന്ന് പഠിച്ചൂടെ? എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു നിനക്ക് വിചാരമില്ല? അതൊക്കെ സുവിശേഷം ചുമ്മാ ഭംഗിക്ക് എഴുതിയതാ.
രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉടക്കുമ്പോ ഇത്രയും നല്ല ഭാഷയൊന്നും വരാറില്ല, നിങ്ങൾക്കും അറിയാം. മാർത്ത പറഞ്ഞത് വേറെ ഭാഷയായിരിക്കും, പക്ഷെ എഴുതി വെച്ചത് നല്ല രസമായിട്ടാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം, മറിയ ആള് മോശമല്ല, പക്ഷെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ദേ വന്നിരിക്കുന്നു നല്ല മറിയമാരായിരിക്കുന്നത്. മാർത്തയും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ചൊവ്വാഴ്ച പ്രാർത്ഥന, ബുധനാഴ്ച പ്രാർത്ഥന, വ്യാഴാഴ്ച പ്രാർത്ഥന അച്ഛനോട് പറയും ഫ്രിഡ്ജ് ഇരിപ്പോണ്ട് ചൂടാക്കി കഴിച്ചോണ്ടെന്നാ പറയുന്നത്. മറിയ ഫുൾ ടൈം മറിയ. വീട് തിത്തൈ എന്ന് പറഞ്ഞാ കിടക്കുക, പിള്ളേര് 4 വഴിക്ക, വീട് കഞ്ഞിക്കുഴിയാ. പക്ഷെ പാ വിരിച്ചാ പിന്നെ അമ്മാമ്മ ഭയങ്കര മറിയ. കർമ്മവും പ്രവൃത്തിയിൽ പരാജയപ്പെട്ട മറിയ. ചിലരുണ്ട് കൊറോണ വന്നിട്ടും പ്രാർത്ഥിക്കാൻ സമയമില്ല, ഫുൾ ടൈം മാർത്തയാ, ഫുൾ ടൈം ബിസിയാ, സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആയു പള്ളിയിൽ തിരിയും. നെഹമ്യാവ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു, പ്രവർത്തനങ്ങളുടെ മനുഷ്യനായിരുന്നു. നെഹമ്യാവിനെ കുറിച്ച് പറയും ഓണ്ടങ്ങളുടെ സാഗരമാണ്. പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. മോശയെ ദൈവം വിളിക്കുന്ന ആടുകളെ മേയ്ക്കുമ്പോഴ പ്രവൃത്തിയുടെ മധ്യ. മോശ ഒരു മാർത്തയായിരിക്കുമ്പോഴ. ഗിദയോനെ ന്യായാധിപനായി വിളിക്കുന്ന ചക്കിൽ ഗോതമ്പ് പൊടിക്കുമ്പോഴ ഒരു മാർത്തയായിരിക്കുമ്പോൾ. ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാകാൻ വിളിക്കുന്ന അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് നടക്കുമ്പോഴ, കർമ്മസാഗരത്തിൽ ആറാടുമ്പോഴ. ദാവീദിനെ വിളിക്കുന്നപ്പോഴ ആടുകളെ മേയ്ക്കുമ്പോഴാണ്. ഏലീശായെ വിളിക്കുന്നത് കാളെ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴ. അത് 1, 2 അല്ല, 12 ജോഡിയാ. 12ാമത്തെ കൂടെ പുള്ളിയും കൂടെ ആയിരുന്നു. ആമോസിനെ വിളിക്കുന്നത് കന്നുകാലിയെ മേയ്ക്കുമ്പോഴ. പത്രോസിനെ അന്ത്രയോസിനെ വിളിക്കുന്നത് വല എറിയുമ്പോഴ. യാക്കോബിനെ യോഹന്നാനെ വിളിക്കുന്നത് വല നന്നാക്കുമ്പോഴ. എന്തിനേറെ പൗലോസ്ലീഹായെ വിളിക്കുന്നത് ഗുണ്ടാപ്പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴ. ബൈബിൾ പറയുന്നു, മാർത്തയായി ജീവിച്ചവരെ മറിയാക്കിയൊരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ കർമ്മസാഗരങ്ങളിൽ ആറാടുക, കർമ്മയോഗം. അതൊരു ചെറിയ കാര്യമല്ല. ഭഗവത്ഗീതയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കാര്യമാണ് ഈ കർമ്മയോഗം. നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയും, ഇംപാഷണേറ്റ് വർക്ക് എന്ന് പറയും. വേദപുസ്തകം പറയുന്ന അഗാപ്പെ, തീരാത്ത സ്നേഹമാണത്. സഹോദരങ്ങളെ, ഞാൻ ഈ ചിന്തകൾ ഇന്ന് അവസാനിപ്പിക്കുക. ഞാനിന്ന് ഈ ചിന്തകൾ അവസാനിപ്പിക്കുക. 3 തവണ ചോദിക്കുക, ഒന്ന് എഴുന്നേറ്റാൻ പോവാ. ചൂരച്ചെടിയിൽ തണലിൽ കിടക്കുന്ന ജീവിതമേ, നിന്റെ PNR തമ്പുരാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പോയിന്റ് ഓഫ് നോ റിട്ടേൺ അല്ല. എന്നെയും താങ്കളെയും വിളിക്കുന്ന ഒരു ദൈവം ഒരു വരയിടട്ടെ, ഐസൊലേഷൻ ഇൻസുലേഷൻ ആക്കട്ടെ. 4ാം ദിനത്തിലെ പ്രകാശത്തിൽ നിന്ന് 1ാം ദിനത്തിലേക്ക് വരാമോ? ആത്മാവിന്റെ പ്രകാശ സ്വപ്നം കാണാം ഈ പെരുന്നാളിൽ. അമ്മയെ പോലെ ഉള്ളു പൊള്ളുമ്പോഴും ഉള്ളം ജ്വലിക്കുന്ന പ്രകാശമാണ് ആ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോ മുഖത്ത് നമ്മൾ കാണുക. ഉള്ളു പൊള്ളുമ്പോഴും ഉള്ളം ജ്വലിക്കുന്ന ആത്മാവിന്റെ പ്രകാശം. നമ്മുടെ ഉള്ളു പൊള്ളി തുടങ്ങുമ്പോഴേ മുഖം അതിനെക്കാട്ടി പൊള്ളുക. അമ്മയുടെ മുഖത്ത് വിരിയുന്ന ഒരു ലാവണ്യഭാവം ആധ്യാത്മികതയുടെ ഒരു വസന്തമാണ്. 3ാമത്തേത്, മാർത്തയായി എഴുന്നേക്കാമോ? ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങാമോ? മാർത്തയും മറിയയും ഈക്വൽ പ്രപ്പോർഷനിലേക്ക് കൊണ്ടുവരാമോ? ഈ രാത്രി നിങ്ങളുടെ സജീവമായ ശ്രദ്ധയ്ക്ക് നന്ദി. ഈ രാത്രി വചനത്തോടുള്ള നിങ്ങളുടെ താല്പര്യത്തിന് നന്ദി. പ്രാർത്ഥിക്കാം. ദൈവമേ, ഒന്ന് എഴുന്നേൽക്കാമോ എന്ന് ഈ രാത്രി തിരുവചനം ഞങ്ങളോട് ചോദിച്ചപ്പോൾ വീണുപോയ ജീവിതങ്ങളോട് ഈ വചനം സംസാരിക്കണമേ. ഇരുന്നുപോയ ജീവിതങ്ങളോട് കർത്താവ് ഈ വചനം സംസാരിക്കണമേ. സങ്കടങ്ങളുടെ പുഴകളിൽ നിന്ന് കൃപയുടെ ദ്വീപിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ഇടവകയുടെ ദേശത്തോട്, ദൈവജനത്തോട്, നിന്റെ മക്കളോട് കരുണയായിരിക്കണമേ. അപ്പാ, അവിടുത്തെ വലം കൈ ഞങ്ങളെ ആത്മാവിന്റെ പ്രകാശത്തിലേക്ക്, 1ാം ദിനത്തിന്റെ വെട്ടത്തിലേക്ക് കൊണ്ടുപോകണമേ. ഞങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല, നെഹമ്യാവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ.
കൃപയിൽ നിറയ്ക്കണമേ, സാന്നിധ്യത്തിൽ പൊതിയണമേ, വിശുദ്ധാത്മാവിൽ മടക്കി അയക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ.